ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ 6ാമത്തെ ദിവസമായി. ഞാൻ സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഡയറ്റ് കട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ആയിട്ട് വീഡിയോ ഇടാത്തത്. അപ്പോൾ നാളെ തൊട്ട് ഞാൻ ഡെയിലി ഡയറ്റിലേക്ക് കയറിയിട്ട് ഞാൻ വീഡിയോ ഇടും. എന്നാലും എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ രാത്രിയിലുള്ള ഫുഡൊക്കെ സ്കിപ്പ് ചെയ്തിട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ വെയിറ്റ് ഗെയിൻ ആക്കാതെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഞാൻ വെയിറ്റ് കുറഞ്ഞതിന് കാണിച്ചു തരാം. അപ്പോൾ എന്നും 1/2 കിലോ എന്ന് കുറയുന്നു ഞാൻ പറയാറുണ്ടായിരുന്നു. ആ 1/2 കിലോയില 200 ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടില്ലാത്തതുകൊണ്ട് കുറഞ്ഞതുകൊണ്ടുള്ളൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ 61,500 വെയിറ്റ്. അത് 61,300 എത്തിച്ചിട്ടുണ്ട്. 2 ദിവസം ഡയറ്റ് കട്ടാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് മാത്രം ഫുഡ് എടുക്കും. അല്ലാത്ത സമയത്തൊക്കെ ലോ ആയിട്ട് ചെറുതായിട്ട് വീറ്റ് ബ്രെഡും അതുപോലെ ഓട്സൊക്കെ കൊടുത്ത് ഡിന്നറിൽ ഓട്സും കൊടുത്തിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഡയറ്റ് അല്ല എന്നാലും ലോ ആയിട്ട് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് 2 ദിവസം ഞാൻ ഡയറ്റ് കട്ടാക്കിയിട്ടുണ്ട്. എന്നാലും 200 ഗ്രാം കുറഞ്ഞുകൊണ്ട് തന്നെ ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് കട്ടാക്കി കണ്ട് വീണ്ടും ഡയറ്റിലേക്ക് കയറുകയും ചെയ്യാം. ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ ഹെവി ആയിട്ട് നല്ല വെയിറ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ലോസ് വീഡിയോ തന്നെ ഇടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുക. ഡയറ്റിൻ്റെ ഫുഡും അതുപോലെ ഇതുപോലെ തന്നെ കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറക്കുകയും ചെയ്യുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. അത് മസ്റ്റാണ്. വെള്ളം കുടിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ വെയിറ്റ് കുറയുക. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് കുറയത്തില്ല. ഡെയിലി മെഷീനിൽ കയറി നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു വീട്ടിലൊരു മെഷീന് വൈറ്റ് മെഷീന് വാങ്ങിയിട്ട് എന്നും ചെക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വരുന്ന മാറ്റം, അതായത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഡെയിലി വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അല്ല ആഴ്ചയിൽ ഒരു ദിവസം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം 2 കിലോനും അത് അല്ലെങ്കിൽ 3 കിലോനൊക്കെ വെച്ച് കുറഞ്ഞത് കാണുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആവാൻ ചെയ്യാം. അപ്പം എന്തായാലും സ്റ്റിക്ക് ഓൺ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ആ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുക. എന്താ വെച്ചാൽ ഡയറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. മനസ്സിന് നല്ല ഉറപ്പും കൊടുക്കണം. ഫുഡ് എങ്ങനെ കൺട്രോൾ ചെയ്യുക, ഏത് ഫുഡ് കണ്ടാലും നമുക്ക് ഇല്ല ഞാൻ ഇത്ര ദിവസം ഞാൻ എൻ്റെ ടാർഗറ്റ് വെയിറ്റ് വരെ എത്തിക്കും എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടല്ലോ, അത് ചെയ്യുന്നവർ എന്തായാലും വിജയിക്കും. അപ്പം എന്തായാലും ഡയറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ശ്രമിക്കുക. ഇനി ഡയറ്റ് ഇതുവരെയും തുടങ്ങാത്തവരാണെങ്കിൽ ഡയറ്റ് തുടങ്ങുക. ഞാൻ ചലഞ്ച് വെച്ചിരുന്നു, പക്ഷേ കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഈ പ്രാവശ്യത്തെ ചലഞ്ചിൽ നമ്മൾ വിന്നറൊന്നുമില്ല. ഇല്ലെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് കുറക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറക്കാം. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും സമ്മാനങ്ങളായിട്ട് ഞാൻ വരും. അപ്പോൾ അടുത്ത ചലഞ്ചിൽ എന്തായാലും നമുക്ക് സമ്മാനമൊക്കെ കൊടുക്കണം. നല്ല വെയിറ്റൊക്കെ കുറഞ്ഞ് എല്ലാവരും റെഡി ആവുക. അപ്പോൾ ഇന്നത്തെ മീൽസ് മെനു കണ്ടിട്ട് വരാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ 8 o'clock സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡീറ്റോക്സ് ഫാക്ടറായിട്ടാണ് ചെയ്യാറുണ്ടെങ്കിൽ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്രീൻ ടീ എടുക്കുക. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് വിത്തൗട്ട് ഷുഗർ, എന്നിട്ട് അതൊന്ന് കുടിക്കുക. 11 മണിയാകുമ്പോഴേക്കും ലഞ്ച് ഓപ്ഷനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ബീൻസ് തോരനാണ്. അതും അതിലേക്ക് ഒരു പീസ് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തത്, കൂടെ ഒരു കക്കരിക്ക സ്ലൈസ് ചെയ്തത്. ഇനി ഇവനെ ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കേണ്ടത് നമുക്കൊരു ബുൾസയോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓംലെറ്റും എടുക്കാം, കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടി എടുക്കാം. ഇനി ഡിന്നർ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് റാഗിയിലെ ഒരു 1-2 റാഗി ദോശയും അതിൻ്റെ കൂടെ ഒരു ഫിഷ് കറിയും കൂടി എടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കൊരു ഗ്രീൻ ടീ കൂടി കുടിക്കാം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ 3 ലിറ്റർ വെള്ളം കുടിക്കുക, നടക്കുക, അല്ല എന്നുണ്ടെങ്കിൽ എക്സസൈസ് കൊടുക്കുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്തായാലും കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീൽസ് മെനു നിങ്ങൾ കണ്ടല്ലോ, ഈസി അല്ലേ, അതും വീട്ടിലുള്ള നമ്മളെ ഫുഡ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു റാഗി ദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ എന്തായാലും ഈ റാഗി ദോശയുടെ മേക്കിംഗ് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് രാഗിദോശ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ സിമ്പിളാണ്, എന്നാൽ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഗോതമ്പ് ദോശ ചൂടാൻ അറിയാത്തവർക്ക് വേണ്ടി അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് ഡയറ്റ് ഫുഡിനെ എങ്ങനെ ഉണ്ടാക്കാം, അതും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതും കൂടി ഞാൻ വീണ്ടും പുതിയ വീഡിയോസിലൊക്കെ വരും. അപ്പോൾ ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്നാസ്. ബൈ.